ഓ, വെൽക്കം ടു ഫുഡ് ഇൻഷി. നമ്മൾക്കിതേ നോമ്പിനൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറേ സമൂസൊക്കെ ഉണ്ടാക്കി മടുത്തിട്ടുണ്ടാവും, ഇറച്ചിപ്പത്തിൽ സമൂസൊക്കെ. അപ്പോൾ ഞാൻ വേറെ ഒരു സ്നാക്ക് ഉണ്ടാക്കാൻ പോകുന്നുണ്ട്. ഇത് 1 കപ്പ് ഗോതമ്പത്തിൻ്റെ പൊടി, 1/2 കപ്പ് മൈദ, പിന്നെ ഇത് ഉരുളക്കിഴങ്ങ് ബോയിൽ ചെയ്ത് വെച്ചാണ് പുഴുങ്ങിയെടുത്തത്. അതുപോലെ കുറച്ച് പനീറുണ്ട്. ഈ പനീർ നമുക്കൊന്ന് എണ്ണയിലിട്ട് വാട്ടിയെടുക്കാം, അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇനിയിപ്പോൾ നിർബന്ധമൊന്നുമില്ല, വാട്ടണമെന്ന് നിർബന്ധമൊന്നുമില്ല, ഇങ്ങനെ തന്നെ പൊടിച്ചിട്ട് എടുക്കുകയും ചെയ്യാം. പിന്നെ കുറച്ച് മല്ലിയില, അപ്പോൾ തന്നെ കുറച്ച് പച്ചമുളക്. ഇനി ഇത് നമുക്ക് ഒക്കെ ഒന്ന് ഉടച്ചിട്ട് ഇതൊന്ന് ആദ്യം വാട്ടിയെടുക്കാം. എണ്ണയിൽ നമുക്ക് ഇത് ഉടച്ചെടുക്കാം. നമുക്ക് ഈ പൊടി കുഴച്ചെടുക്കാം. കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതിയേ. ഉപ്പിട്ട് കൊടുക്കുക, ഉപ്പ് ആവശ്യമുള്ള ഇട്ട് കൊടുത്താൽ മതി. കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം, എന്തെങ്കിലും നിങ്ങളുടെ അടുത്തുള്ള ഓയിൽ ഒഴിച്ച് കൊടുത്താൽ മതി. ഇനി ഇത് നന്നായി കുഴച്ചെടുക്കാം. കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇത് നന്നായി കുഴച്ചെടുക്കാം, നല്ലോണം കുഴച്ചെടുക്കാം. നമുക്കിനി അതിനേക്കുള്ള ഒരു മസാല തയ്യാറാക്കിയിട്ട്, അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. എന്തെങ്കിലും ഒരു ഓയിൽ കുറച്ച് ഒഴിച്ച് കൊടുത്താൽ മതി. പിന്നെ പൊടിയായി അരിഞ്ഞിട്ട് സവാള ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നിട്ട്, അധികം മൂക്കേണ്ട ആവശ്യമൊന്നുമില്ല, കളറൊന്നും മാറണ്ട. സവാള മൂത്ത് വന്നിട്ടുണ്ട്. കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ചൂടുള്ള എണ്ണ ആയതുകൊണ്ട് പച്ച ചുവ ഉണ്ടാവില്ല, ഇത് ഭയങ്കര ചുവയായിരിക്കും. പിന്നെ മല്ലിയില, പച്ചമുളക്, ഇത് കുറച്ച് ഇഞ്ചിൻ്റെ പൊടിയാണ്. ഞാൻ ഇഞ്ചി ഉണക്കി പൊടിച്ച് വെക്കുന്നത് വെയിലത്ത്. പനീർ ഇട്ടെടുക്കാം. പനീർ നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട്. ഉരുളക്കിഴങ്ങ് ഇട്ടെടുക്കാം. ഉപ്പ് ആവശ്യമുള്ള ഇട്ടെടുത്താൽ കുറച്ച് മുളകിൻ്റെ പൊടി ഇട്ടെടുക്കാൻ വേണ്ടിയിട്ട് കാശ്മീരി മുളകിന് പിന്നെ കുറച്ച് മഞ്ഞൾ പൊടി ഇട്ടെടുക്കാം. നന്നായി ചേർത്ത് ഇതിന് അത് ഡിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് മൈദ ഒന്ന് കലക്കിയെടുക്കാം. ഇത് ഏകദേശം 1/2 കപ്പ് മൈദയോളം എടുത്തിട്ടുണ്ട്. പിന്നെ അതിന് കുറച്ച് മുളകിൻ്റെ പൊടി, ചില്ലി ഫ്ലെക്സാണ്. ഉപ്പ് ആവശ്യം പോലെ ഇട്ട് കൊടുത്താൽ മതി. കുറച്ച് എള്ളി ചേർക്കുന്നുണ്ട്. ഇത് നിർബന്ധമൊന്നുമില്ല, ചേർത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. സമൂസൊക്കെ കഴിച്ച് മടുത്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കിക്കുക. നമുക്ക് ഇതൊന്ന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ചേർത്തെടുക്കാം. അത് മുക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഈ സ്ലറി തയ്യാറായിട്ടുണ്ട്. വെള്ളം പോലെ മുക്കിയെടുക്കാൻ വേണ്ടിയിട്ടല്ല, ഇച്ചിരിയോട് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അതിന് കുഴച്ച് വെച്ച പൊടിയെടുത്ത് പരത്തിയെടുക്കാം. അതിന് കുറച്ച് മൈദ ഇട്ട് കൊടുക്കാം. പൊടി കുഴച്ച് വെച്ച് വെക്കാം. ഇത് പരത്തിയെടുക്കാം. നമുക്ക് പരത്തിയെടുക്കാം. കുറച്ച് വെള്ളമാക്കി പരത്തിയെടുത്താൽ
നല്ലോണം വട്ടത്തിൽ പരത്തിയെടുത്താൽ അപ്പോൾ അത് പരത്തി എടുത്തിട്ടുണ്ട്. ഉണ്ടോ? അതിനിതിലേക്ക് നമുക്ക് ഉണ്ടാക്കി വെച്ച ഉരുളക്കിഴങ്ങ് പനിച്ച് വെക്കാം. എളുപ്പം കഴിഞ്ഞു. നമ്മൾ കുറേ സമൂസൊക്കെ ഉണ്ടാക്കൂലേ, അപ്പോൾ ഇത് ഇങ്ങനെ ഉണ്ടാക്കി വയ്ക്കുക. നല്ലോണം പരത്തിയെടുക്കുക. അതിൽ വെച്ചിട്ട് ഇത് ഫുള്ളും പരത്തിയെടുക്കാം. നമുക്കിത് ഇങ്ങനെ മടക്കാം. ഉണ്ടോ? ഇതേപോലെ മടക്കിയെടുത്താൽ മതി. മടക്കിയെടുക്കുക. ഇതിനെ കട്ട് ചെയ്തെടുക്കുക. തൊട്ടാണ്ടിരിക്കുക. കുറച്ച് പൊടികൾ ഇട്ട് കൊടുക്കാം. ഒട്ടിപ്പോവാണ്ടിരിക്കാനാണ്. ഇനി ഇതിനെ നമുക്ക് പീസാക്കി എടുക്കാം. ഇതേപോലെ കണ്ടോ? ഇതേമാതിരി ഇങ്ങനെ പീസാക്കുക. എല്ലാം അതേപോലെ അങ്ങ് പീസാക്കിയാൽ മതി. എല്ലാം പീസാക്കാം. വേണ്ടോ? ഇതൊക്കെ ഇങ്ങനെ പീസാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതെന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഒന്ന് കൈൻ്റെ അടിയിൽ വെച്ചിട്ട് ഒന്നങ്ങ് പരത്തി കൊടുത്താൽ മതി. കണ്ടോ? ഇതേപോലെ നമുക്ക് അതിൽ മുക്കിയിട്ട് പൊരിച്ചെടുക്കാം. ഒന്ന് ഡിപ്പ് ചെയ്ത് കൊടുത്താൽ മതി. കണ്ടോ? ഇങ്ങനെ ഒന്ന് പരത്തിയാൽ മതി കൈൻ്റെ അടിയിൽ വെച്ചിട്ട്. നമുക്ക് കലക്കി വെച്ചാൽ ഡിപ്പ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ആക്കിയാൽ മതി. എന്നിട്ട് ഉണ്ടാവും. അപ്പം നല്ല റൗണ്ടിലിട്ട് ഇതേപോലെ എടുത്തിട്ട് ഇങ്ങനെ ആക്കുക. ഒന്ന് ഷേപ്പ് ഇതാക്കിയിട്ട് എന്നിട്ട് അങ്ങ് മറിക്കുക. നല്ല റൗണ്ടിലിട്ട് ഇനി നമുക്കിതൊക്കെ പൊരിച്ചെടുക്കാം. ഇങ്ങനെ ഷേപ്പാക്കിയാൽ മതി. ഉണ്ടോ? ഇതേപോലെ ഈ കൂട്ടിൽ മുക്കി കൊടുക്കുക. നല്ല ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. വേറെ പണിയൊന്നുമില്ല. നമ്മൾ സമൂസൊക്കെ തിന്ന് മടുത്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കി നോക്കി. കണ്ടോ? അത് വേറെ സമൂസ, ഇറച്ചിപ്പത്തിരി എല്ലാം ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല നമ്മൾ. അപ്പോൾ ഇതൊന്നും ഉണ്ടാക്കി നോക്കി. നമുക്കിത് കോരിയെടുക്കാം. ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി വയ്ക്കാം. ഇത് കോരിയെടുത്തിട്ട് നമുക്ക് അടുത്തെടുത്ത് കൊടുക്കാം. അടുത്ത് നമ്മൾ ഫസ്റ്റ് ഇട്ട പോലെ തന്നെ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ രണ്ടാമത്തത് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതേപോലെ ഇങ്ങനെ മുരിച്ചെടുത്താൽ മതി. കണ്ടോ? നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഞങ്ങൾക്ക് ഒരു പാത്രത്തേക്ക് സെർവ് ചെയ്യാം.
അപ്പോൾ പൊരിച്ചതൊക്കെ ഇവിടെ കുറഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇതുപോലൊക്കെ മുമ്പ് പൊരിച്ചു നല്ല ടേസ്റ്റ് ഉണ്ടാവും. നമ്മൾ സമൂസ ഒക്കെ ഉണ്ടാക്കില്ലേ, ഇറച്ചിപ്പത്തിൽ സമൂസ, ഉന്നക്കായി, പലതും കല്ലുമ്മക്കായി പൊരിച്ചെല്ലാം ഉണ്ടാക്കില്ലേ, അതുപോലെ അപ്പോൾ ഇതും ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശമൊക്കെ കമൻറ്റ് ബോക്സിലിടാം. ലൈക്ക് ചെയ്യണം, അതുപോലെ തന്നെ ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഒക്കെ ചെയ്യണം. അടുത്തൊരു വീഡിയോ നമുക്ക് പിന്നെ കാണാം. ബൈ.